ഡൽഹിയിലേക്കാണ് പോകുന്നത്. ബൽറാം നെടുങ്ങാടിയുണ്ട്. പ്രധാനപ്പെട്ട വാർത്തകൾ ദേശീയ തലസ്ഥാനത്ത് നിന്ന് എന്തൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടി. ബൽറാം, ഇന്ന് വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാഷ്ട്രപതി രണ്ടാം തവണ റഫാൽ യുദ്ധവിമാനത്തിൽ കയറുന്നു. ഒപ്പം തന്നെ ഈ ക്ലൗഡ് സീഡിങ്ങിന് ശേഷം ഡൽഹിയിൽ മഴ പെയ്യുമോ എന്നുള്ള ഒരു ആകാംക്ഷയുമുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഒട്ടേറെ സുപ്രധാന വാർത്തകളാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് രാഷ്ട്രപതി നമ്മുടെ രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപ ഇന്ന് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ അഭിമാനമായ റഫാൽ യുദ്ധവിമാനത്തിലാകും രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര ചെയ്യുക. രാവിലെ അംബാലയിൽ, ഹരിയാനയിലെ അംബാലയിലെ വ്യോമസേനാ താവളത്തിൽ രാഷ്ട്രപതി എത്തും. അവിടെയാണ് ഈ റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഗോൾഡൻ ആരോസ് എന്ന സ്ക്വാഡ്രൺ പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നാകും രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫാൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുക. ഇത് രണ്ടാം തവണയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തിന്റെ അല്ലെങ്കിൽ വ്യോമസേനയുടെ ഒരു യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. 2023 ഒക്ടോബർ 8 അസമിലെ തേസ്പൂരിൽ നിന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു സുഖോയ് 30 യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു. നേരത്തെ രാഷ്ട്രപതിമാർ APJ അബ്ദുൽ കലാം, പ്രതിഭ പാട്ടീൽ അടക്കമുള്ള രാഷ്ട്രപതിമാർ സുഖോയ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാകുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട നിർണായക പങ്കുവച്ച യുദ്ധവിമാനത്തിൽ ഇന്ന് രാഷ്ട്രപതി യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം, ഡൽഹിയിൽ ശക്തമായ അന്തരീക്ഷ മലിനീകരണം തുടരുകയാണ്. 300-ന് മുകളിൽ തന്നെയാണ് ഡൽഹിയിലെ വായുഗുണ നിലവാര നിരക്ക്. ഇത് പരിഹരിക്കുന്നതിനായി ക്ലൗഡ് സീഡിംഗ് നടപടികൾക്കായി കഴിഞ്ഞ 5 ദിവസമായി ഡൽഹി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ 5 ഇടങ്ങളിൽ ബുറാഡിയും കരോൾബാഗും മയൂർ വിഹാറും അടക്കമുള്ള 5 ഇടങ്ങളിൽ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയിരുന്നു. അത് വിജയകരമാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് പൂർണ്ണ തോതിൽ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ്. അതിന് മറ്റ് സാഹചര്യങ്ങൾ അനുകൂലമാകേണ്ടതുണ്ട്. മേഘങ്ങളിൽ 25% ഈർപ്പം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട്. അനുകൂല സാഹചര്യമുണ്ടായാൽ ഇന്ന് ഡൽഹിയിൽ ക്ലൗഡ് സീഡിംഗ് നടത്തും. അത് 40 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഡൽഹിയിൽ നടക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെയാണ് ഇന്ന് ഈ ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുകിന്റെ അറസ്റ്റിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേരത്തെ ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലിക്ക് സോനം വാങ്ചുകിനെ സന്ദർശിക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ സോനം വാങ്ചുകിന് എതിരായ റിപ്പോർട്ടാണ് ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ എന്ത് നിലപാടായിരിക്കും സുപ്രീം കോടതിയുടേത് എന്നുള്ളത് നിർണായകമാകും. ഇത്തരത്തിൽ ഒട്ടേറെ വാർത്തകൾ ഇന്ന് രാജ്യ തലസ്ഥാനത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.